അസ്സലാമു സീനാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു കുഴിമന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും നല്ല പെർഫെക്റ്റും ആയി ചെയ്തെടുക്കുന്ന ഒരു ചിക്കൻ മന്തിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഈ മന്തി തയ്യാറാക്കിയെടുക്കുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മന്തി മസാല തയ്യാറാക്കിയിട്ടാണ്. ഈ മന്തി തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് കുക്കറോ കുഴിയോ ഒന്നും തന്നെ ആവശ്യമില്ല. വളരെ സിമ്പിളാണ് ഈ കുഴിമന്തി തയ്യാറാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ചിക്കൻ്റെ വേവും ആ ഒരു ചോറുമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് രുചിയിൽ ഈ മന്തി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കുഴിമന്തി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ കുഴിമന്തി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യമായിട്ടൊരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. മുഴുവൻ മല്ലി, നമ്മുടെ പച്ച മല്ലിയാണേ. അത് 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ഇഞ്ച് നീളത്തിലുള്ള 2 പട്ട, നമുക്ക് കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. ഒരു 5-6 ഏലക്ക ഇട്ട് കൊടുക്കാം. ഒരു 5-6 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നല്ല മുളക് ഇട്ട് കൊടുക്കാം. മുഴുവൻ നല്ല മുളകാണ്. 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉണ്ടെങ്കിൽ ബേ ലീവ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉണക്ക നാരങ്ങ ഉണ്ടെങ്കിൽ അതും 2-3 കഷ്ണങ്ങളാക്കി പൊടിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഉണക്ക നാരങ്ങയും ബേ ലീവ്സും എൻ്റെ കയ്യിലില്ലായിരുന്നു, എങ്കിലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ അതും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അതിനുവേണ്ടി നമുക്കൊരു പാനിലേക്ക് ഇതിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചൂടാക്കി എടുക്കാൻ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നന്നായിട്ടൊന്ന് മൂത്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയാണ് നമ്മളിത് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റേ വേണ്ടി കേട്ടോ ഇതൊന്ന് ചൂടായി കിട്ടാൻ. അപ്പോൾ അതാ നമ്മുടെ ഈ മസാല ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വീണ്ടും നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഒരു മീഡിയം സൈസ് വെളുത്തുള്ളിയാണ് കേട്ടോ. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു ചുള ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിൽ ചെറുതാണെങ്കിൽ 4 5 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പൊടിച്ച മസാല ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് 2 ടീസ്പൂൺ നമുക്ക് ഒന്ന് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. ഒരു കളറിന് വേണ്ടിയാണ്. എരിവുള്ള മുളക് ന് പകരം കാശ്മീരി ചില്ലി പൗഡറാണ് നല്ലത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ മിക്സ് ചെയ്തപ്പോൾ എനിക്കിതേ ഇതിലാണ് കിട്ടിയിട്ടുള്ളത്, കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ചും കൂടി നമുക്ക് ലൂസാക്കണം. അതിനുവേണ്ടി ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ വീണ്ടും 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഇനി ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. 1.5 കിലോ ചിക്കനാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഒരു ഫോർക്കോ ടൂത്ത് പിക്ക് വെച്ചോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഹോളിട്ട് കൊടുക്കുക. ഈ മസാല തേച്ച് പിടിപ്പിക്കുമ്പോൾ നന്നായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി കിട്ടാനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാത്തിലും നമുക്ക് ഹോളിട്ടെടുക്കാം.
അപ്പോൾ ഇതാ മൊത്തം ചിക്കൻ പീസും ഞാൻ ഹോളിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ചിക്കൻ സ്കിന്നോട് കൂടിയും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിത് തൊലി മാറ്റിയിട്ടാണ് പീസുകളാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മന്തി മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുക. എല്ലാ ചിക്കൻ പീസിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മൊത്തവും മന്തി മസാല വെച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 2-3 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എങ്കിലും നന്നായിട്ട് ഈ ഹോളിൽ കൂടി നമ്മുടെ ഈ മസാലകളെല്ലാം ഇറങ്ങി നല്ല ടേസ്റ്റായി സോഫ്റ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിലേക്കോ വെളിയിലേക്കോ നന്നായിട്ട് അടച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് ചിക്കനാണ്. നന്നായിട്ട് ചിക്കൻ്റെ മസാലകളൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ ചിക്കൻ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഓവർനൈറ്റ് വെച്ചാൽ അത്ര കൂടി നല്ലതാണ് കേട്ടോ. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമായിരിക്കും ആ ചിക്കൻ. ഇനി നമുക്ക് ഈ മന്തി മസാല തേച്ച് പിടിപ്പിച്ച ഈ ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു 40 മിനിറ്റ് നേരം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി ഒരു സ്റ്റീമറിൻ്റെ അടിത്തട്ടിൽ കുറച്ച് വെള്ളം വെക്കുക. ഒരു 6-7 ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റീമർ ഇല്ലെങ്കിൽ നമുക്ക് ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ തട്ടിൽ വെച്ച് വേണമെങ്കിൽ ചിക്കൻ നിരത്തി കൊടുത്ത് വേവിച്ചെടുക്കാം. ഇനി അതിൻ്റെ മേലെയുള്ള തട്ട് വെച്ച് കൊടുത്തിട്ട് വലിയ ഹോളുള്ള തട്ടാണേ. അപ്പോൾ അതുപോലെ തട്ട് വെച്ച് കൊടുത്തിട്ട് ഈ ചിക്കൻ എല്ലാം നന്നായിട്ട് ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ആവി വരുന്നത് കാണാം ഇതിൻ്റെ മേലിൽ കൂടി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 40 മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ആവിയിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും 20 മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. അങ്ങനെ ടോട്ടൽ 40 മിനിറ്റാണേ. അപ്പോൾ കുക്ക് ചെയ്ത ഒരു പുറം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി മറുപുറവും കൂടി നമുക്ക് 20 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് കുറച്ച് റൈസ് എടുക്കാം. ഇത് 5 കപ്പ് റൈസാണ്. സെല്ല ബസുമതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ മന്തിക്ക് ഏറ്റവും നല്ലത് സെല്ല ബസുമതി റൈസാണ്. അപ്പോൾ ഇതൊരു ചെറിയ ഗോൾഡൻ കളർ അടങ്ങിയ ഒരു റൈസാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുതിരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് നമുക്ക് ആവിയിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് എടുക്കുമ്പോൾ അടിയിൽ വെച്ചിരുന്ന വെള്ളത്തിൽ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് മൊത്തം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഹോൾ ഉള്ള സ്റ്റീമറിൽ വെക്കണമെന്ന് പറയുന്നത്. അതിൻ്റെ ആവിയുണ്ട് നമ്മുടെ ചിക്കനിലുള്ള സ്റ്റോക്ക് മൊത്തം ഈ വെള്ളത്തിലായി കിട്ടും. ഇതുകൊണ്ട് റൈസ് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കടായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് മൂത്ത് കിട്ടേണ്ട ആവശ്യമില്ല. ഒന്ന് വഴന്ന് കിട്ടാൻ മാത്രം മതി. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി കുനുകുന അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി നമ്മുടെ വെളുത്തുള്ളി ഒന്ന് വാടി കിട്ടുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ക്യാപ്സിക്കം പകുതി നീളത്തിൽ അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസുകളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളി, വെളുത്തുള്ളി, ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസുകളൊക്കെ ഇട്ട് കൊടുക്കാം. ഇത്ര മതി കേട്ടോ, നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ചെറിയ പട്ട, 4-5 ഗ്രാമ്പു, 3-4 ഏലക്ക ഇവയെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലി മുഴുവനായിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയത് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അടുത്തത് നമ്മൾ ചിക്കൻ വേവിച്ചിട്ട് കിട്ടിയ സ്റ്റോക്കില്ലേ, ചിക്കൻ സ്റ്റോക്ക്, ആ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ 5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഓരോ കപ്പ് റൈസിനും 1.5 കപ്പ് എന്ന കണക്കിൽ ഒരു 7.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ സ്റ്റോക്കിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ആ ചിക്കൻ സ്റ്റോക്കിലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് മൊത്തം 6 കപ്പ് ഉണ്ടായിരുന്നു. ബാക്കി ഒരു 1.25 കപ്പ് വെള്ളവും കൂടി ഞാൻ സാധാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 7-7.5 8 കപ്പിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 5 കപ്പ് റൈസിനാണ് കേട്ടോ. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മന്തി മസാല, അത് 2 ടീസ്പൂൺ ഉണ്ടായിരുന്നു, അതങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഒരു മാഗി സ്റ്റോക്കും കൂടി ഇട്ട് കൊടുക്കാം. അത് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, തികച്ചും ഓപ്ഷണലാണ്. ഇനി എല്ലാം കൂടി ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അത് നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം 3 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ലോയിലിട്ട് ഒരു 7-8 മിനിറ്റ് കൂടി നമുക്ക് കുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് 7-8 മിനിറ്റ് കൂടി ആയി കിട്ടിയാൽ നമ്മുടെ റൈസ് ഇവിടെ വെന്ത് കിട്ടും കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു റൈസാണിത്. അപ്പോൾ അത് ഒരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കാം. അത് കുറച്ച് വെള്ളവും കൂടി വലിയാനുണ്ട്. നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് കൂടി നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ അതാ 3 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മന്തി റൈസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ നല്ല ഒന്നിനൊന്നോട് ഒട്ടാതെ നന്നായിട്ട് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. നല്ല കറക്റ്റിന് വെന്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചിക്കൻ നമുക്കെടുക്കാം. ഇനി നമ്മൾ മന്തി മസാല കുറച്ച് മിക്സ് ചെയ്തത് 2 ടീസ്പൂൺ മാറ്റി വെച്ചിരുന്നു. ഈ മിക്സ് ചെയ്ത മന്തി മസാല നമുക്കിതിലേക്ക് തേച്ച് കൊടുക്കാം. ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയാണ് ഞാൻ ഈ മസാല ഒന്ന് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ആ മസാല മൊത്തം എന്നതാ ചിക്കനിലേക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയ്ക്ക് ഭംഗി കിട്ടാൻ വേണ്ടി ഒന്ന് റെഡ് ഫുഡ് കളറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. സാധാരണ നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, കളർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് വീഡിയോയ്ക്കും ഫോട്ടോസിനും വേണ്ടി ഒന്ന് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്ന് ആയി കിട്ടാനും കൂടിയാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് എല്ലാ ഭാഗത്തും നന്നായിട്ട് കളറുകൾക്ക് നന്നായിട്ട് തേച്ച് പറ്റിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതൊരു ഷാലോ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചിക്കൻ നമുക്കിതിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം.
എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. മറിച്ചും തിരിച്ചും ഇട്ട് ഒന്ന് ഷാലോ ഫ്രൈ ആക്കി എടുക്കുക. വെറും ഒരു 5 മിനിറ്റിൻ്റെ താമസമേ ഉള്ളൂ. ഒരു 3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് കൂടി ഇതുപോലെ തന്നെ ഒന്ന് ഷാലോ ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ 2 പുറവും ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് റൈസ് ഒന്ന് നോക്കാം. റൈസിൻ്റെ അടപ്പൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ റൈസിലേക്ക് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഫുഡ് കളർ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ചുറ്റിനും ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ മഞ്ഞയും റെഡും ആയിട്ട് കുറച്ച് ഫുഡ് കളർ ഞാൻ ദാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഫുഡ് കളറും ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അവിടെ എവിടെയായിട്ട് നമുക്ക് 3-4 പച്ചമുളക് ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. അതൊന്ന് വാടി കിട്ടുമ്പോൾ നമ്മുടെ മന്തി കഴിക്കുന്ന സമയത്ത് ഒന്ന് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പച്ചമുളക് ഒന്ന് താഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നാരങ്ങയും കൂടി വട്ടത്തിൽ ചെറുതായിട്ട് കട്ടി കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് അവിടെ എവിടെയായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അവിടെ എവിടെയായിട്ട് നിരത്തി കൊടുക്കാം. ഇപ്പോൾ ആ ചിക്കനും എല്ലാം നന്നായിട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുറിച്ച മസാലയും കൂടി ഇതിൻ്റെ പുറത്തുകൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ഇതുപോലെ ഒന്ന് അരിഞ്ഞ് അതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് വെച്ചിരിക്കാം. അതിനുശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മന്തിയാണിത്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കൻ മന്തിയാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് മന്തി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള വിജയം. ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്